ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരെന്താണ് രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഒരു ഇമോഷൻസ് എത്രത്തോളം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു സമയം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. എന്താണ് ഈ ഒരു പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്? കാരണം ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന ടൈമാണ് നൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എത്രത്തോളം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളോടുള്ളത്, അതോ അവർക്ക് ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ തന്നെയാണോ മനസ്സിൽ? ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയവരുണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾക്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. നിങ്ങളെ ബ്ലെയിം ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളും ആകാം. പക്ഷേ ഇപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവർ ഒറ്റക്കാണ്. ഇനിയിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു കപ്പിന് അരികിൽ ഇരിക്കാൻ ആരുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു തേർഡ് സിറ്റുവേഷനെ കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ഇവർ തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സുകൊണ്ട് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരിടത്താണ് ഇവർ നിൽക്കുന്നത് എന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഓർമ്മകളിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നിമിഷങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇവർ ഈ ഒരു രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഒരു എനർജി ഇവരിലേക്ക് അട്രാക്ട് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളെ വിഷ്വലൈസ്, ഇമാജിൻ ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. ഒരു സ്വപ്ന ലോകത്ത് എന്നതുപോലെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രാർത്ഥനയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ എനർജി ഇവിടെ എഫക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇവരുടെ എനർജിയിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ചിന്തകളിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് വരുന്നത്. ഒരു ഡ്രീം വേൾഡ് പോലെയാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് എഗെയിൻ ഒന്ന് കടന്നു വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇവരിൽ ഇപ്പോ വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് തന്നെ സ്വയം തോന്നുന്ന ഒരവസ്ഥ, ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ സ്വയമേ തന്നെ ഇവർക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവർ ഇതുവരെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ, മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം. അതിലൂടെ ഈ ഒരു ബന്ധത്തിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രെങ്ത് എഗെയിൻ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ 6 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചേർത്ത് വെച്ച് ഇനി ആ ഒരു ലൈഫ് ടേം മുന്നോട്ടേക്ക് പോകുമ്പോൾ ലോങ് ടേമിലേക്ക് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമൃദ്ധിയും എല്ലാം വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണ് ഇവരെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല, കംപ്ലീറ്റ്ലി നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടു എന്നൊക്കെ രീതിയിലാണ് ഇവർ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ആ ഒരു തിരിച്ചുവരവിനുള്ള യാത്രയിലാണ്. നിങ്ങളെക്കുറിച്ച് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോ മറ്റേതെങ്കിലും പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ടുണ്ടോ, ഇപ്പോഴും ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണമെന്ന് മനസ്സുകൊണ്ട് ഇവരിപ്പോ ഒരുപാട്
ഡ്രീം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീനെ അവരിലേക്ക് അവരും അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിലും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് നൽകാൻ തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. എംപറർ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ ഒരു രീതികള് ക്യാരക്ടർ ഒക്കെ പറയുകയാണെങ്കിൽ ഇവരങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ തോറ്റു തരുന്ന ഒരു വ്യക്തികളല്ല. എന്നാൽ എല്ലാവരിലും ഭയങ്കരമായിട്ടൊരു ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഇവര്. എല്ലാവരോടും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇടപെടുക, എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയൊക്കെ പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എന്നാൽ ഇവർ അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ടുള്ള പേഴ്സണും ആണ്. ഭയങ്കരമായിട്ടൊരു ചിരിച്ചു കളിച്ച് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയല്ല. ആവശ്യത്തിന് മാത്രം. എന്നാൽ എല്ലാവരിൽ നിന്നും പെട്ടെന്ന് ഒരു ശ്രദ്ധ ആകർഷിക്കും ഇവര്. അങ്ങനത്തെ ഒരു വ്യക്തിത്വം ഉള്ള ഒരു പേഴ്സൺ ആണ്. ആ ഒരു പേഴ്സണാലിറ്റി ഇവർ എപ്പോഴും കീപ്പ് ചെയ്യാറുമുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഭയങ്കരമായിട്ടൊന്നും നിങ്ങളോട് എന്താ പറയാ ആ ഒരു ഇമോഷൻസ് എല്ലാം ഒന്നും തുറന്നു പറയാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരുടെ ഇമോഷൻസിനെ കുറച്ചുകൂടെയൊക്കെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഇവര് പൂർണ്ണമായിട്ടും ആ ഒരു ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വിള്ളൽ വീണിരിക്കുന്നത് എന്നൊരു ധാരണയൊക്കെ ഇവരിലുണ്ട്. കാഴ്ചപ്പാടുകൾക്കൊക്കെ വളരെ വലിയ രീതിക്ക് തന്നെ ഒരു മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ലേറ്റ് നൈറ്റ് ടൂർസിൽ ആ ഒരു മിസ്സായി പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് അവർ നിങ്ങളെ മിസ്സാക്കി കളഞ്ഞതാണോ എന്നുള്ള ചിന്തകൾ, ഇതൊക്കെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവരെ. എന്ത് തീരുമാനം എടുത്താണ് ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ടത്, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങളെ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കൊതിക്കുന്ന ഒരു മനസ്സിലാണ് ഇവർ നിൽക്കുന്നത്. ഈ ഒരു ബന്ധത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ഇവരുടേതായ ലൈഫും കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇവരുടേതായ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതൊക്കെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലൊക്കെ ഒരു ഉയർച്ച വേണം എന്നുള്ള രീതിക്കൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. കാരണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഇവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല. എല്ലാം ഒറ്റയ്ക്ക് മാത്രമാണ് ഇവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഒറ്റയ്ക്കുള്ള ജീവിതം ഇപ്പൊ ഇവർക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എല്ലാ കാര്യങ്ങളും. ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് എല്ലാം സംസാരിക്കുക, എപ്പോഴും ഒരു കളിചിരിയായിട്ടൊക്കെ നടക്കുക, അങ്ങനത്തെയൊക്കെ ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു കുട്ടിത്തം, ആ ഒരു കാര്യങ്ങൾ എല്ലാം ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഇവരുടെ കൂടെ ലൈഫിലേക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ കളർഫുൾ ആകുമായിരുന്നു എന്നുള്ളൊരു രീതിക്കാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ ഡെപ്ത് എത്രമാത്രമാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒറ്റക്കായി പോയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ലേറ്റ് നൈറ്റ്സിൽ രാത്രി കാലങ്ങളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒന്നും പൂർണ്ണമാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു ചിന്ത തന്നെയാണ് ഇവരെ വേദനിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി again നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതും, അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത്. ഇവിടെ ഫോർ ഓഫ് wands വന്നിരിക്കുന്ന ഒരു സെലിബ്രേഷൻ എനർജിയാണ്, അവരുടെ മാനിഫെസ്റ്റേഷൻ ആണത്. എന്ന് വെച്ചാൽ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വിവാഹത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അതിന്റെ ഇടയ്ക്ക് വെച്ചാണ് നിങ്ങൾ ബ്രേക്ക് ആയി പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളും കാര്യങ്ങളും വീണ്ടെടുക്കാനും വീണ്ടും ഈ റിലേഷൻഷിപ്പിനെ ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് തുടങ്ങിയിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, ആ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുപോകണം എന്നുമൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹോപ്പാണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവരിപ്പോ ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത്. അവർക്ക് ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷയുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്ത എഫേർട്ട് എത്രത്തോളമാണോ അതുപോലെ തന്നെ ഇവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പ്രവർത്തിക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു സ്റ്റാർ എനർജി ഇവരിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ അവർ തരാതിരുന്ന സ്നേഹവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകണം. ഇവരുടേതായ ഒരു ലൈഫിലേക്കാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അവർ അതിലൊരു ഭാഗം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കാനായിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന എന്നുള്ളത് വളരെ നീറുന്ന മനസ്സോടുകൂടി നിങ്ങളുടെ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് എഫക്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു രാത്രികാല സമയത്താണ്.
കാരണം അപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ബിസി ലൈഫിലേക്കൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കാം. ഒന്നിനും സമയമില്ല, അവരുടെ ജോലി കാര്യങ്ങള്, അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ട്രാവലിംഗ് അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ലൈഫ് എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ കുറച്ച് സമയങ്ങൾ വേണം, അവരുടേതായ സന്തോഷങ്ങൾ വേണം, അവരുടേതായ ജീവിതം വേണം. അപ്പൊ അതിന് അവർ ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ അവർക്ക് മിസ് ചെയ്തിരിക്കുന്ന നിങ്ങളെയാണ്. മറ്റൊരു വ്യക്തിയെ ഈ ഒരു സ്ഥാനത്തേക്ക് സങ്കല്പിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും ഇവിടെ സാധ്യതകളുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ കിങ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഒരു കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവർ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. മജീഷ്യൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങളെ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി പോയ ഒരു വ്യക്തി ആയിരിക്കില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പരസ്പരം തുറന്ന് സംസാരിക്കാത്തതിനെ തുടർന്ന് ചിലപ്പോൾ ഇവര് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി തരാതിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു അവസരം തരാതിരുന്നത്. അതിലൊക്കെയാണ് ഇവർക്ക് ഇപ്പൊ കുറ്റബോധം ഉള്ളത്. വളരെയധികം റിഗ്രറ്റ് ഫീലിലാണ് ഇവർ നിൽക്കുന്നത്. സ്വയമാണല്ലോ ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് എന്നൊരു ചിന്ത ഇവരിലുണ്ട്. ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനായിട്ടും ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കാനും ഉള്ള ഒരു മനസ്സ്, അതിലേക്കാണ് ഇവർ എത്തി നിൽക്കുന്നത്. 9 ഓഫ് വാണ്ട്സ് ആണ്. എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചിലവരുടെ കേസിൽ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ എന്തൊക്കെ രീതി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു വ്യക്തിക്ക് ഒരു ഹീലിംഗ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിലും അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ ആവശ്യമാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ചേസിങ് എനർജിയിൽ ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇവരുണ്ട് എന്നുള്ളതൊക്കെ ഇവർ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സ് ഈ ഒരു രീതിക്കൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിന്റെ നല്ലൊരു ഭാഗവും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെലവഴിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവർ അറിയുന്ന നിമിഷം നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ തന്നെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഇവരുടെ കർത്തവ്യമാണ് അത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതായിക്കൊള്ളട്ടെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തെ ഇപ്പൊ ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകണം. ഇതുവരെ അത് നൽകിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് ആ ഒരു പ്രയോറിറ്റി നൽകണം എന്ന് ആഗ്രഹിക്കുകയാണ്. സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കാനും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു സ്നേഹവുമായിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനും അതിൽ വർക്ക് ചെയ്തിട്ട് അതിൽ ആ ഒരു ഫ്ലവറിങ് കൊണ്ടുവരാനും തന്നെയാണ് ഇവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതിന്റെ ഫ്ലവറിങ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ ഭാഗത്താണ്. അവരിതിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആഴത്തിലുള്ള ഒരു ചിന്തയാണ് ഇവരുടെ മെയിൻ ആയിട്ട് ഇപ്പൊ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു തിങ്കിങ് സ്റ്റേജിലാണ് ഇവര്. പക്ഷെ ആ ഒരു തിങ്കിങ് സ്റ്റേജിലാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് വളരെയധികം കണക്ട് ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തോട് കൂടിയുള്ള ആ ഒരു പെരുമാറ്റവും കെയറിങ്ങും അതൊക്കെ തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിക്കുന്നത്. നിങ്ങളെ പോലെ ഒരു പേഴ്സണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ലൈഫിൽ മിസ് ചെയ്ത് കളയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇവരുടെ ലൈഫിൽ ആരൊക്കെ ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് മാച്ച് ആയിട്ട് ഇവർക്ക് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് തന്നെ ആയിരിക്കാം അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള റീസൺ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അവിടെ ഓരോ സമയത്താണെങ്കിലും ഓരോ നിമിഷമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളിലേക്ക് അട്രാക്ഷൻ അവർക്ക് കൂടി വരുന്നുണ്ട്. മാത്രമല്ല ആത്മാർത്ഥമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത്. ഈ ഒരു സമയം അവർ എന്തെങ്കിലും ഈ ഒരു ലേറ്റ് നൈറ്റ്സിൽ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളോട് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം.
അൺവർത്തി ആണ് വന്നിരിക്കുന്നത്. റിവീൽ, മെൻഡ്, values, reflection, broken, soul tie, dishonesty. സീക്രട്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് റിവീൽ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് സീക്രട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. സീക്രട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ആ ഒരു വാക്ക് തർക്കമൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കാം. അപ്പൊ ആ ഒരു സീക്രട്ട് കാര്യങ്ങളൊന്നും ഇനി മുന്നോട്ടേക്ക് വേണ്ട. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് തുറന്ന് തന്നെ സംസാരിക്കണം. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് ഇത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു പേഴ്സൺ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് അവർ തിരിച്ചറിയാനായിട്ട് കുറച്ചധികം വൈകി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി സീക്രട്സോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്നും അത് നിങ്ങളിലേക്ക് റിവീൽ ചെയ്യണമെന്നും ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ ഡേ ഡ്രീമിംഗ് ആണ്. നൈറ്റ് ആണ് ഇവർ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിലും ഇവർ അതോടൊപ്പം ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഡേ ടൈം നിങ്ങളെ കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓൾ ടൈം, ഫുൾ ടൈം, നൈറ്റ് ആണെങ്കിലും ഡേ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് നിരന്തരം വരുന്നത്. കാരണം അവർക്കിപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. സ്വന്തം ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന ആ ഒരു മിസ്റ്റേക്സ് ആണ് എന്നുള്ളത് ഇവർ തിരിച്ചറിയുകയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം മാനസികപരമായിട്ട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു അവരുടെ മിസ്റ്റേക്സ് ആണ് എന്നുള്ളതും അവരിപ്പോ അതിൽ ഒരുപാട് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. എല്ലാ സമയത്തും നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സ് കൊണ്ടിട്ട് ആ ഒരു സോൾ കണക്ഷനിലൂടെ ആ ഒരു ടെലിപ്പതി കണക്ഷനിലൂടെ നിങ്ങളിലേക്ക് ഇവർ പാസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഡെപ്തിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എനർജി പലപ്പോഴും നിങ്ങൾക്ക് വൈബ്രേഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു കാഠിന്യം അനുസരിച്ചിരിക്കും. അതുപോലെ ഇവർ ചിന്തിക്കുന്നത് അൺവർത്തി ആണ്. ഇവരെക്കാൾ വളരെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിൽ നീ എടുത്തിരിക്കുന്ന എഫേർട്ട് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ എന്നേക്കാൾ എത്രയും വലിയൊരു മനസ്സിനുടമയാണ് നീ എന്നുള്ളത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഞാനിപ്പോ നീയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കണക്ഷൻ മനസ്സുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ വീണ്ടും ഫിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു സമയത്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും വാല്യൂ, ആ ഒരു വില ഇവര് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ മാറി നിന്ന സമയത്തും ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തും തന്നെയാണ് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിരിക്കുന്നത്. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് തുറന്നു പറയാനുള്ള മനസ്സിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. കാരണം റിഫ്ലക്ഷൻ ആണ്. നിങ്ങൾ അനുഭവിച്ച പെയിൻ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ ഇറങ്ങി പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഇറങ്ങി പോകുന്ന ആൾക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങളാണ് അത് അനുഭവിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ ആ ഒരു കറക്റ്റ് ഡിവൈൻ ടൈം ആയപ്പോൾ ആ ഒരു കർമ്മയായിട്ട് അവരിലേക്ക് എത്തിയപ്പോൾ അവരത് റിയലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ എന്തൊക്കെ രീതിയിൽ നിങ്ങളിൽ നിന്ന് പോയവരാണെങ്കിലും ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ സത്യസന്ധമായിട്ടല്ലാതെ റിലേഷൻഷിപ്പിൽ പെരുമാറിയത് കൊണ്ടിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രോക്കൺ സിറ്റുവേഷനിലേക്ക് പോയതിലൊക്കെ ഒരുപാട് മനസ്സിവർക്ക് നോവുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സോൾ ടൈം, ആ ഒരു കണക്ഷൻ വീണ്ടും കണക്ട് ചെയ്യാനായിട്ടുള്ള മനസ്സിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന റിവീലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാ സത്യമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ അവർക്ക് മനസ്സിലായി. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ കാണിച്ച ആ ഒരു സത്യസന്ധമില്ലായ്മ അതെല്ലാം അവരിപ്പോ ഏറ്റു പറയാനും നിങ്ങളുടെ വാല്യൂ അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള കാര്യം പറയാനും അതോടൊപ്പം അവരെക്കാൾ ഏറ്റവും നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളിലേക്ക് തുറന്ന് തന്നെ പറയാം. ഇവരുടെ മനസ്സിൽ വെക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോഴേക്കും രാത്രി കാലങ്ങളിൽ അവർ മനസ്സുകൊണ്ട് പലപ്പോഴും അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ മനസ്സുകൊണ്ട് അവർ ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് പറ്റിയത് എന്നുള്ള ആ ഒരു forgiveness, ക്ഷമാപണം ഇവരിപ്പോ നിങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിയിട്ടില്ല എങ്കിൽ പോലും
ഇപ്പോഴേ ഇവരത് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഹീലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞത്. ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിൽ നടക്കുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. അതേ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കൊണ്ടുവരണം എന്നൊരു ചിന്തയാണ് ഇവരിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പറയണം എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ നൈറ്റ് തോട്ട്സിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നതും ഈ ഒരു രീതിയിലാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ അല്ലാതെ മറ്റൊരാളെയും അവർക്ക് ഇപ്പൊ എന്തായാലും കൊണ്ടുവരാനും, ഇപ്പോ എന്നല്ല ഇനി മുന്നോട്ടേക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊണ്ടുവരാൻ ആഗ്രഹമില്ല. അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അത് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ് അവരുടെ മുന്നിലൂടെ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ എനർജിയെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ചോതി 36, 44, 31, അത്തം എന്നൊരു സ്റ്റാർ, എം എന്നൊരു ലെറ്റർ, 1993, ബാംഗ്ലൂർ എന്നൊരു സ്ഥലം വന്നിട്ടുണ്ട്, ഡിസംബർ മന്ത്, പി എന്നൊരു ലെറ്റർ, കാലിക്കറ്റ്, 3 എന്നൊരു നമ്പർ, സ്കോർപിയസ് വന്നിട്ടുണ്ട്, ലിബ്ര സോഡിയാക് സൈൻ ആണ്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, എ എന്നൊരു ലെറ്റർ, 37, സെപ്റ്റംബർ മന്ത്, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്, വയനാട്, വിശാഖം, അനിഴം, 44 എന്നൊരു നമ്പർ, വിത്തിൻ 3 മന്ത്സ് കാണിച്ചിട്ടുണ്ട്, 1988, 24, ഉത്രിട്ടാതി എന്നൊരു സ്റ്റാർ, 1988 അഗെയിൻ വന്നിട്ടുണ്ട്, പി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, കോട്ടയം ഡിസ്ട്രിക്റ്റ്, നവംബർ മന്ത്, എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.